നില എവിടെയാണെന്നറിയാതെ ഭ്രാന്തെടുത്ത് നടക്കുകയായിരുന്നു ജിതേന്ദ്രൻ. തൻ്റെ പദ്ധതികളൊക്കെ പാളിപ്പോയിന്ന് മാത്രമല്ല, കൺവേട്ടത്ത് നിന്നും അവൾ കാണാതെ പോവുകയും ചെയ്തു. അതോടെ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലായി അയാൾ. നരേന്ദ്രനാവട്ടെ എബിയുടെ വീടിന് മുന്നിൽ കുറച്ചധികം ആളുകളെ നിർത്തിയിട്ടുണ്ട്. എബി നാട്ടിൽ വരികയാണെങ്കിൽ അറിയുവാൻ വേണ്ടിയാണത്. എബിക്കൊപ്പമാണ് അവൾ പോയത് എന്ന് ഉറപ്പില്ലാത്തത് കൊണ്ട് തന്നെ നേരെ വീട്ടിലേക്ക് കയറി ഒരാക്രമണത്തിന് അയാൾ മുതിർന്നിരുന്നില്ല. ഇതിനിടയിൽ നിലയെക്കുറിച്ച് അന്വേഷിക്കുകയും എബിയുടെ ഫോൺ ട്രേസ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. 2 ഫോണും സ്വിച്ച് ഓഫ് ആയതുകൊണ്ട് അക്കാര്യവും നടന്നില്ല. ജയദേവ് കാര്യം പറഞ്ഞത് കൊണ്ട് തന്നെ മാധ്യമങ്ങൾ ഈ കാര്യങ്ങൾ കേട്ടിരുന്നുവെങ്കിലും കല്യാണം എത്രയും പെട്ടെന്ന് നടന്നില്ലെങ്കിൽ അത് വളരെ മോശകരമായി തന്നെ ബാധിക്കുമെന്നാണ് നരേന്ദ്രൻ ആലോചിച്ചത്. ബിസിനസ്സിൽ നിരവധി ശത്രുക്കളും സുഹൃത്തുക്കളുമുണ്ട്. അവരിൽ പലരും മകളെ തിരക്കി തുടങ്ങി. നിലയുടെ അമ്മയുടെ വീട്ടുകാരിൽ ചിലരും വീട്ടിൽ വന്ന് നില എവിടെയെന്ന് ചോദിച്ചു തുടങ്ങി. അവരോടൊക്കെ സുഹൃത്തുക്കൾക്കൊപ്പമുള്ള ഒരു യാത്രയിലാണ് അവളെന്നാണ് മറുപടി പറയുന്നത്. എത്ര നാൾ തനിക്കിങ്ങനെ മറുപടിയൊക്കെ പറയാൻ സാധിക്കും? എല്ലാവർക്കും മുൻപിൽ ഒളിച്ചോടി പോയ മകളായി അവൾ നിൽക്കാൻ പാടില്ല എന്നത് തൻ്റെ നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അവളെ തിരികെ കൊണ്ടുവരണമെന്ന് അയാൾ തീരുമാനിച്ചിരുന്നു. ബിസിനസ്സിൽ നിന്ന് പോലും വിട്ടു നിന്ന നരേന്ദ്രൻ ഇപ്പോൾ പ്രധാനമായി നിലയെക്കുറിച്ചുള്ള അന്വേഷണത്തിലാണ്. എല്ലാവരും തിരികെ വീട്ടിലെത്തിയതും നില വെള്ളം കുടിക്കാനായി അടുക്കളയിലേക്ക് വന്നപ്പോൾ ആൻസി അവിടെ നിൽപ്പുണ്ട്. ചടങ്ങനുസരിച്ച് നല്ല മധുരമുള്ള പാലൊക്കെ കയ്യിൽ തന്നു വേണം പെണ്ണിനെ ചെക്കൻ്റെ മണിയറയിലേക്ക് കയറ്റിവിടാൻ. പക്ഷേ ഇവിടെ പാലുമില്ല, മണിയറയുമില്ല. അതുകൊണ്ട് തൽക്കാലം ഇന്ന് മുതൽ എൻ്റെ കൂടെ കിടക്കണ്ട, എബിയുടെ മുറിയിലേക്ക് പോയി കിടന്നു. ഇച്ചാൻ അവിടെ നിന്നും ഞങ്ങളുടെ റൂമിലേക്ക് ഷിഫ്റ്റ് ആയിക്കോളും. നിങ്ങൾക്ക് ആ റൂം യൂസ് ചെയ്യാം. ആൻസി അത് പറഞ്ഞപ്പോൾ നില അന്തിച്ചു പോയിരുന്നു. അപ്പോഴാണ് ആ കാര്യത്തെക്കുറിച്ച് അവൾ ചിന്തിച്ചത്. ഇന്നു മുതൽ എബിക്കൊപ്പമാണല്ലോ കിടക്കേണ്ടത്. അവളെ നോക്കിയത് ചിരിക്കുക മാത്രമാണ് നില ചെയ്തത്. ആൻസി പറഞ്ഞതനുസരിച്ച് എബിയുടെ മുറിയിലേക്ക് നില ചെല്ലുമ്പോൾ എബി അവളെ അത്ഭുതത്തോടെ നോക്കി. ഇതെന്താ പെട്ടിയും വട്ടിയും ഒക്കെ ആയിട്ട്? അവളുടെ കയ്യിലിരുന്ന ബാഗിലേക്ക് നോക്കിക്കൊണ്ട് എബി ചോദിച്ചു. നില ഇന്നു മുതൽ ഇവിടെയല്ലേ കിടക്കേണ്ടത്? ആൻസി പറഞ്ഞപ്പോഴാണ് ആ കാര്യത്തെക്കുറിച്ച് എബിയും ഓർമ്മിച്ചത്. അപ്പോൾ ഇച്ചായനോ? അവളുടെ മുഖത്തേക്ക് നോക്കി എബി ചോദിച്ചു. ഇച്ചായനൊക്കെ ഇനി അവിടെ വന്ന് കിടന്നോളും. നീ നിന്റെ പെണ്ണും പിള്ളയും കെട്ടിപ്പിടിച്ച് കിടക്കട ചെറുക്കാം. ആ ചിരിയോടെ അത്രയും പറഞ്ഞ് ആൻസി പുറത്തേക്ക് പോയപ്പോൾ നിസ്സഹായമായി നില അവനെ നോക്കി. എങ്കി വാ, ഞാനൊന്ന് കെട്ടിപ്പിടിച്ച് കിടക്കട്ടെ എൻ്റെ പെണ്ണും പിള്ളയെ. എബി കൈ വിരിച്ച് നിന്ന് അവളോട് ചിരിയോടെ പറഞ്ഞു. ഒന്ന് പോയ എബി. എബിക്ക് തമാശ. ഇങ്ങനെ ഒരു കാര്യം ഇതിനൊത്ത് ഉണ്ടെന്നുള്ളത് ഞാൻ മറന്നുപോയി. എങ്ങനെ ഒരു കാര്യം? എബി ചോദിച്ചു. അല്ല, നമ്മൾ ഒരുമിച്ച് കിടക്കണമെന്നൊക്കെ ഉള്ളതേ. ഷോ. നീല തലയ്ക്ക് കൈ കൊടുത്ത് കട്ടിലേക്ക് ഇരുന്നു കൊണ്ട് പറഞ്ഞു. തനിക്ക് പേടിയുണ്ടോ? അവനവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. എന്തു പേടി? അവള് മനസ്സിലാവാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദ്യം ചെയ്തു. അല്ല, ഒരു ദുർബല നിമിഷത്തിൽ ഞാൻ തന്നെ എന്തെങ്കിലും ചെയ്താലോന്ന്. എബി കളി വിടുന്നുണ്ടോ? അവൾ ഒരു പില്ലോ എടുത്ത് അവൻ്റെ നേരെ എറിഞ്ഞുകൊണ്ട് പറഞ്ഞു. കളിയല്ല, സീരിയസ് ആയിട്ട് ചോദിച്ചതാ. ഇത്രയും സുന്ദരിയായ ഒരു പെണ്ണ് അടുത്ത് കിടക്കുമ്പോൾ ഏതൊരു പുരുഷനും അല്പം കൺട്രോളൊക്കെ പോകും. അതെനിക്ക് സംഭവിച്ചാലോ? ഒരു പ്രത്യേക ടോണിൽ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ ചോദിച്ചു. ഒന്ന് മിണ്ടായിരിക്കുന്നുണ്ടോ? അവൾക്ക് ദേഷ്യം വന്നു. താനേക്ക് പേടിയില്ലെങ്കിൽ ഓക്കെ, പിന്നെ താനൊന്ന് കുളിച്ചിട്ട് ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചില്ലേ? എൻ്റെ സാറേ. അവളെ ദേഷ്യം പിടിപ്പിക്കാൻ അവൻ വീണ്ടും പറഞ്ഞു. എബി. അവൾ ശാസനയോട് വിളിച്ചു. പേടിക്കണ്ട, എനിക്ക് ഭയങ്കര കൺട്രോളാ. ഇല്ലേൽ അന്ന് അത്രയും ഹോട്ട് ലുക്കിൽ നിന്നെ കണ്ടിട്ടും ഞാനിങ്ങനെ അടങ്ങി നിൽക്കൂ? നിലയ്ക്ക് നാണം തോന്നിയിരുന്നു. അവളൊന്നും മിണ്ടാതെ കട്ടിലിൻ്റെ ഒരു എത്തേക്ക് കയറി കിടക്കുന്നത് കണ്ടതും അവൻ ചോദിച്ചു. ശരിക്കും എൻ്റെ കൂടെ കിടക്കാൻ പോവാണോ?
അവൻ അത്ഭുതത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. പിന്നെ എവിടെ കിടക്കാനാ? തനിക്ക് കുഴപ്പമൊന്നുമില്ല? എന്ത് കുഴപ്പം? ഒരുമിച്ച് ബെഡ് ഷെയർ ചെയ്തു എന്ന് പറഞ്ഞ് എന്ത് സംഭവിക്കാനാ? നമ്മുടെ മനസ്സിൽ മറ്റു മോശം ചിന്തകളൊന്നുമില്ലല്ലോ. ആര് പറഞ്ഞു? എൻ്റെ മനസ്സിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വരും. എബി വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. എബി, അവൾ നിസ്സഹായതയോടെ വിളിച്ചു. അതെന്താ, ഞാനൊരു പുരുഷനല്ലേ? വികാരവും വിചാരവും ഒക്കെയുള്ളൊരു പുരുഷൻ? പിന്നെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞിട്ട് ഞാനൊന്നും പറഞ്ഞില്ലെന്ന് പറയരുത്. ചെറു ചിരിയോടെ അത്രയും പറഞ്ഞ് അവൻ അവൾക്ക് അരികിലേക്ക് കയറി കിടന്നു. ആ വീതി കുറഞ്ഞ കട്ടിലിൽ രണ്ടുപേരും പരസ്പരം തോളോട് തോൾ ചേർന്ന് ഒരുമിച്ച് കിടന്നു. നില, അവൻ വിളിച്ചു. ഞാൻ വെർജിനാട്ടോ, താൻ എന്നെ ഒന്നും ചെയ്യല്ലേ. യു എടാ പട്ടി! അവൾ ഒരു പില്ലോ എടുത്ത് അവനെ അടിക്കാൻ തുടങ്ങി. അവനും ചിരിച്ചു തുടങ്ങി. അവളുടെ അടി ശക്തമായപ്പോൾ അവൻ അവളുടെ കയ്യിൽ പിടിച്ചു നിർത്താൻ ശ്രമിച്ചു. എന്നിട്ടും അവൾ നിർത്തുന്നില്ല എന്ന് കണ്ട് അവൻ അവളെ കയ്യാൽ പൊക്കി തൻ്റെ ശരീരത്തിന് മുകളിലേക്ക് കയറ്റി കിടത്തി. നിലയുടെ അടിവയറ്റിൽ ഒരു ആളൽ അനുഭവപ്പെട്ടു. ഇപ്പം എന്തെങ്കിലും തോന്നുന്നുണ്ടോ? അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു. അവൻ്റെ താടിയും മീശയുടെ കുറച്ചു ഭാഗങ്ങളുമൊക്കെ അവളുടെ ശരീരത്തിൽ സ്പർശിക്കുന്നുണ്ട്. പെട്ടെന്ന് അവൾ അന്താളിപ്പോടെ അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. എബി, എന്താണ് ഈ ചെയ്യുന്നത്? അമ്പരപ്പോടെ അവൾ ചോദിച്ചു. പേടിക്കണ്ട, ഞാൻ തന്നെ റേപ്പ് ചെയ്യാനൊന്നും പോവല്ല. ചെറു ചിരിയോടെ അവൻ പറഞ്ഞപ്പോൾ അവളൊന്ന് കൂർപ്പിച്ച് അവനെ നോക്കി. എന്താണ് എബിയുടെ ഉദ്ദേശം? ഒരു ദുരുദ്ദേശവും ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, നോൺ സ്റ്റോപ്പായിട്ട് നിന്നെ ഉപദ്രവിക്കുന്നത് കൊണ്ട് അത് നിർത്താൻ വേണ്ടി ഒന്ന് ചെയ്തതാ. അവൻ പതി അവളുടെ കൈ അയച്ച് അവളെ തൻ്റെ അരികിലേക്ക് കെടുത്തി കഴിഞ്ഞിരുന്നു. പെട്ടെന്ന് അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ അവൾക്കൊരു ചമ്മൽ തോന്നി. അവൾ പെട്ടെന്ന് തന്നെ അപ്പുറത്തേക്ക് നീങ്ങിക്കിടന്നു. ഉറങ്ങിയാലോ? അവൻ അവളോട് ചോദിച്ചപ്പോൾ അവൾ അതേ അർത്ഥത്തിൽ തലയാട്ടി. തനിക്കെങ്ങനെ ഉറക്കത്തിൽ കാലൊക്കെ എടുത്ത് ദേഹത്ത് വെക്കുന്ന ശീലമുണ്ടോ? അവൻ വീണ്ടും കൂർപ്പിച്ച് അവനെ നോക്കി. അങ്ങനെ വല്ല ശീലം ഉണ്ടെങ്കിൽ കുറച്ച് നീങ്ങി കിടന്നോളാൻ പറയാനായിരുന്നു. തമാശയോടെ അവളൊന്ന് ചിരിക്കുക മാത്രം ചെയ്തു. ഉറക്കത്തിൽ കെട്ടിപ്പിടിക്കുന്ന സ്വഭാവമുണ്ടെങ്കിൽ മടി കാണിക്കണ്ട കേട്ടോ. ഞാൻ അത്രയ്ക്ക് ദുഷ്ടനൊന്നുമല്ല. വീടാൻ ഭാവമില്ലാതെ വീണ്ടും പറയുന്നുണ്ട് എബി. ഒന്ന് കിടന്നുറങ്ങൂ എബി, അവൾ കൈ തൊഴുതുകൊണ്ട് ചോദിച്ചു. താല്പര്യമില്ല? എങ്കിൽ ഉറങ്ങിക്കോ. ഞാൻ ഉറങ്ങി, അവൻ ചെറു ചിരിയോടെ പറഞ്ഞ് പുതപ്പ് തലവഴി പൊതിച്ചപ്പോൾ അവൾക്കും ചിരി വന്നു പോയിരുന്നു. കുറച്ചധികം ദിവസങ്ങളായി AC-യുടെ തണുപ്പില്ലാത്ത കൊണ്ട് തന്നെ അവൾക്ക് ഉറങ്ങാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഫാനിൻ്റെ തണുപ്പ് ഒട്ടും തന്നെ അഡ്ജസ്റ്റ് ആവുകയും ചെയ്യുന്നുണ്ടായിരുന്നില്ല. കുറേ സമയം കഴിഞ്ഞാണ് നില ഉറങ്ങിയത്. ഇതിനിടയിൽ എബിയുടെ നിശ്വാസം കേൾക്കാമായിരുന്നു. അവൻ ഉറങ്ങിയത് അവൾക്ക് മനസ്സിലായി. തൻ്റെ കഴിഞ്ഞുപോയ കാലങ്ങളെക്കുറിച്ചൊക്കെ നീല ആലോചിക്കുകയായിരുന്നു. എത്ര സുഖസമൃദ്ധമായി ജീവിച്ചവളാണ്. ഇപ്പോൾ ഇവിടെ ഏതോ ഒരു ഫ്ലാറ്റിൽ ആരുടെയൊക്കെയോ ഔദാര്യവും പേറി മറ്റുള്ളവരുടെ സഹായത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. വെളുപ്പിന് എപ്പോഴുമാണ് അവൾ ഉറങ്ങിയത്. അപ്പോഴേക്കും തണുപ്പ് അതിശക്തമായിരുന്നു. അവൾ എബിയുടെ പുതപ്പിന് പതിയെ പിടുത്തമിടാൻ തുടങ്ങി. എബി ആണെങ്കിൽ അത് കൊടുക്കില്ല എന്നതുപോലെ പിടിച്ചു വച്ചിരിക്കുകയാണ്. ഉറക്കത്തിനിടയിൽ അവൾ പെട്ടെന്ന് തന്നെ എബിയുടെ കാലിൽ ചെറിയൊരു ചവിട്ടും കൊടുത്തു. പൂതപ്പും വലിച്ചെടുത്തു. ആ നിമിഷം തന്നെ കണ്ണു തുറന്നവൻ അവളെ ഒന്ന് നോക്കി. എന്തോന്നാ ഇത്? എനിക്ക് തണുക്കുന്നു, എനിക്ക് കൂടി പുതപ്പ് വേണം. തൽക്കാലം നീ എവിടെ അടങ്ങി കിടക്ക്, എനിക്ക് കൂടി ശകലം പുതപ്പ് താ എബി. കുട്ടികളെ പോലെ അവൾ കെഞ്ചുന്നത് കേട്ട് അവ കുറച്ച് പുതപ്പ് അവൾക്ക് നീട്ടി. അവളത് ശരീരത്തിലേക്ക് ഇട്ട് നൂണ്ട് എബിയുടെ അടുത്തേക്ക് നീങ്ങി കിടന്നു. ഇതെങ്ങോട്ടായി ഇടിച്ചു കയറി വരുന്നത്? അവൻ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. എനിക്ക് ഭയങ്കരമായിട്ട് തണുക്കുന്നു. അവൻ ഫാൻ ഓഫ് ചെയ്ത് കൊടുത്തു. എന്നിട്ടും തണുപ്പ് മാറാതെ അവൾ അവൻ്റെ അരികിലേക്ക് നീങ്ങി ചെന്നു. അവളെ പോലും അമ്പരപ്പിച്ചുകൊണ്ട് അവൻ തന്റെ കൈകളിലേക്ക് അവളെ കയറ്റി കിടത്തി. ശേഷം അവളെ മുറുക്കി ഒന്ന് കെട്ടിപ്പിടിച്ചു. അവളൊന്ന് അമ്പരപ്പെട്ട് പോയെങ്കിലും അത്ഭുതത്തോടെ അവനെ നോക്കി. മാറിയോ തണുപ്പ്? അവളെ മുറുക്കി കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൻ ചോദിച്ചു. അവൾ അതേ അർത്ഥത്തിൽ തലയാട്ടി. എന്താ ഇനി മിണ്ടാതെ കിടന്നുറങ്ങ്? അവൻ അതും പറഞ്ഞ് അവളെ കെട്ടിപ്പിടിച്ച് കണ്ണുകൾ അടച്ചിരുന്നു.
ഒരു നിമിഷം അവന്റെ കരവലയത്തിൽ നിന്നും അകന്നു മാറണോ വേണ്ടോ എന്ന് അറിയാതെ നില അവനെ ഒന്ന് നോക്കി. അവൻ അപ്പോഴേക്കും ഉറക്കം തുടങ്ങിയിരുന്നു. അവൻ ഉറങ്ങിയെന്ന് മനസ്സിലാക്കി പാതി അവന്റെ കൈ അല്പം നീക്കിയവൾ അവരിൽ നിന്നും കുറച്ചു മാറിക്കിടന്നു. എങ്കിലും പുതപ്പ് പൊതിച്ചുകൊണ്ട് തന്നെയാണ് കിടക്കുന്നത്. തൻ്റെ ശരീരത്തിൽ അവൻ അധികാരത്തോടെ തൊടുന്നത് കഴുത്തിൽ കെട്ടിയ താലിയുടെ ബലത്തിലാണോ എന്ന് ഒരു നിമിഷം അവൾ ചിന്തിച്ചു. അവൾക്ക് ഭയം തോന്നി. തനിക്ക് അവനെക്കുറിച്ച് അധികമായി ഒന്നും അറിയില്ല. കുറച്ച് ദിവസത്തെ പരിചയമുണ്ട്. അവൻ നല്ലവനാണെന്ന് തോന്നിയിട്ടുമുണ്ട്. എന്നാൽ താലി കെട്ടിയതിന് ശേഷം കുറച്ച് അധികാരം തന്നോട് അവൻ കാണിക്കാൻ തുടങ്ങിയോ എന്നുള്ളൊരു സംശയം അവളിൽ നിറഞ്ഞു. രാവിലെ ഉണർന്നപ്പോൾ അവൾ എബിയെ കെട്ടിപ്പിടിച്ച് കിടക്കുകയാണ്. അവനാണെങ്കിൽ അങ്ങോട്ട് തിരിഞ്ഞു കിടക്കുന്നു. അപ്പോൾ താൻ അങ്ങോട്ട് പോയാണ് അവനെ കെട്ടിപ്പിടിച്ചതെന്ന് അവൾക്ക് മനസ്സിലായി. ഒരു നിമിഷം അവൾക്ക് വല്ലാത്തൊരു ചമ്മൽ തോന്നിയിരുന്നു. അവൾ പെട്ടെന്ന് കൈയെടുത്ത് മാറ്റി എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് പോയി. മുഖം കഴുകി തിരിച്ചു വന്നപ്പോഴേക്കും അവൻ ഉണർന്നിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്, കൈകൾ നിവർത്തിക്കൊണ്ട് അവൻ പറഞ്ഞപ്പോൾ അവൾ അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. ഇതെന്താ ഇങ്ങനെ തുറച്ചു നോക്കുന്നത്? അവളെ നോക്കി അവൻ ചോദിച്ചു. എബി ഇന്നലെ രാത്രി എന്തൊക്കെയാ ചെയ്തത്? കെട്ടിപ്പിടിക്കുന്നു, ദേഹത്ത് കയറ്റി കിടത്തുന്നു, എന്താ ഒരു ഇളക്കം? താലി കെട്ടിയതിൻ്റെ ആണോ? നീല അവനെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. ആണ്ട് കിടക്കുന്നു ചട്ടിയും കലവും. അപ്പൊ കെട്ടിപ്പിടിച്ചതാണ് കുറ്റം. നീ എന്നെ ഉറങ്ങാൻ സമ്മതിപ്പിച്ചിട്ടുണ്ടോ? തണുക്കാതെ പറഞ്ഞ് എൻ്റെ നെഞ്ചത്തോട് കയറാൻ വന്നിട്ട് പാതി രാത്രി നിന്നോട് കിടന്ന് തർക്കിക്കാൻ നേരമില്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു. ഉറങ്ങാൻ കിടന്നത് ഇപ്പൊ കുറ്റം എനിക്ക്. എബി നിഷ്കളങ്കനെ പോലെ പറഞ്ഞു. എന്തൊരു നിഷ്കളങ്കത! നീല പറഞ്ഞു. ഇത്രയും നിഷ്കളങ്കനായ ഒരു മനുഷ്യനായി തനിക്ക് നോക്കിയേ കാണാൻ പറ്റില്ല. സമ്മതിച്ചു. ഇയാളെ നിഷ്കളങ്കതയുടെ നിറകുടം തന്നെ. ഞാൻ നിഷ്കളങ്കനായതുകൊണ്ട് താൻ രക്ഷപ്പെട്ടു. വേറെ വല്ലവരുമായിരുന്നെങ്കിൽ ഇപ്പോൾ എന്തൊക്കെ സംഭവിച്ചേനെ? എബി അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. എന്ത് സംഭവിക്കാൻ? അവൾ വീറോട് ചോദിച്ചു. എന്തായിരിക്കും സംഭവിക്കുക? അതിന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരണോ? ആ പിന്നെ ഇന്നലെ വൈകിട്ട് പറയാൻ മറന്നുപോയി. ഒരു സന്തോഷ വാർത്തയുണ്ട്. തൻ്റെ കാമുകനിലെ സച്ചിൻ, അവനിപ്പോൾ UK-യിലാണ്. നല്ല കിടിലനായുള്ള പുതിയ ഫോട്ടോസൊക്കെ ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പോകാലോ, കയ്യിൽ 10-25 ലക്ഷം രൂപ ഇരിക്കുകയല്ലേ. പിന്നെ UK-യിലോ അമേരിക്കയിലോ ഒക്കെ പോകാലോ. സത്യമാണോ ഈ പറഞ്ഞത്? സച്ചിൻ ശരിക്കും UK-ക്ക് പോയോ? ഞാനെതിരെ ഈ കാര്യത്തിൽ തന്നോട് കള്ളം പറയുന്നത്? നോക്ക്. അവൻ തൻ്റെ കയ്യിലിരുന്ന ഫോൺ എടുത്ത് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് അവൾക്ക് നേരെ നീട്ടി. സച്ചിൻ UK-യിൽ നിൽക്കുന്ന ചിത്രങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ന്യൂ ബിഗിനിങ് എന്ന് എഴുതുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവൻ ഒറ്റയ്ക്കല്ല, തന്നെ ചതിക്കാൻ മറ്റാരൊക്കെയോ കൂടെ നിന്നിട്ടുണ്ടെന്ന് ഒരു നിമിഷം അവൾക്ക് തോന്നി. അവൻ്റെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിൽ ഒന്നായിരുന്നു UK-യിൽ പോവുക എന്നുള്ളത്. ചതിയൻ, ദുഷ്ടൻ, എന്നെ പ്രതിസന്ധിയിൽ നിർത്തിയിട്ട് അവൻ അവൻ വാക്കുകൾ മുഴുവിക്കാതെ അവൾ കരഞ്ഞു പോയിരുന്നു. ഹേയ്, എന്താ നില ഇത്? ഞാനൊരു കോമഡി പറഞ്ഞതല്ലേ? അവൻ പെട്ടെന്ന് അവളെ ആശ്വസിപ്പിക്കാൻ അവളുടെ തോളിൽ തട്ടി. ആ നിമിഷം തന്നെ അവളെ പെട്ടെന്ന് അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു പോയിരുന്നു. ആ നിമിഷം അവൾക്കൊരു ആശ്വസിപ്പിക്കൽ ആവശ്യമാണെന്ന് അവനും തോന്നിയിരുന്നു. അപ്പോഴേക്കും ഇമോഷണൽ ആയോ? വിഷമിപ്പിക്കാൻ വേണ്ടിയല്ല, ഞാൻ ചുമ്മാ തന്നെ ഒന്ന് കളിയാക്കാൻ വേണ്ടി പറഞ്ഞതാ. എബിയും വല്ലാതെയായി. അറിയാം ബേബി, അതുകൊണ്ടല്ല. എന്നെ ഇങ്ങനെ പറ്റിക്കാൻ എങ്ങനെ മനസ്സ് തോന്നിയവന്? ഞാൻ ഒരിക്കൽ പോലും അവനെ ഇങ്ങനെ കരുതിയിട്ട് പോലും ഉണ്ടായിരുന്നില്ല. അവന് പണം വേണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതിയായിരുന്നു. അതിന് എന്നോട് ഇങ്ങനെ ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ എത്രയോ തവണ അവന് കാശൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയോ. അവൻ്റെ സിറ്റുവേഷൻ എനിക്കറിയായിരുന്നു. അത്രയ്ക്ക് ബുദ്ധിമുട്ടാണെന്ന്. അച്ഛൻ വില്ലേജ് ഓഫീസർ ആണെങ്കിലും പൈസയൊന്നും ആരോട് കൈക്കൂലി വാങ്ങുന്ന സ്വഭാവമൊന്നുമില്ല. വളരെ സത്യസന്ധമായിട്ടുള്ള ഒരാളാണ്. അങ്ങനെയുള്ള ഒരാൾ ഒരിക്കലും നല്ല രീതിയിൽ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ഇല്ലല്ലോ. സ്വന്തമായൊരു വീട് പോലും ഇതുവരെ അവർക്ക് ഉണ്ടായിട്ടില്ല. അതൊന്നും ഞാൻ നോക്കിയിട്ട് പോലുമില്ല. എന്നെ കെയർ ചെയ്യുക, സ്നേഹിക്കുകയും ചെയ്യുന്ന ആ മനസ്സ് മാത്രമായിരുന്നു ഞാൻ ആഗ്രഹിച്ചതും ഇഷ്ടപ്പെട്ടതും. എന്നിട്ടും ഇങ്ങനെ ഒരു ചതി. താ വിഷമിക്കല്ലേ. ചിലരിങ്ങനെയാ. ഈ സ്നേഹത്തിൻ്റെ ആഴമൊന്നും മനസ്സിലാക്കാൻ
അവർക്ക് കഴിയില്ല. തൻ്റെ സ്നേഹം അവർ അർഹിച്ചിരുന്നില്ല. അത് നന്നായി എന്ന് കരുത്. ഇങ്ങനെ പോയത് നന്നായി, അങ്ങനെ കരുതിയാൽ മതി. അവൻ അങ്ങനെ പറഞ്ഞപ്പോൾ അവൾ മറ്റൊന്നും പറഞ്ഞില്ല. അവനെ ഒന്നുകൂടി കെട്ടിപ്പിടിച്ചു. നില റൂമിലേക്ക് വന്ന ആൻസി പെട്ടെന്ന് രണ്ടുപേരുടെയും നിൽപ്പ് കണ്ട് ഒന്ന് ചമ്മിപ്പോയിരുന്നു. ആ നിമിഷം തന്നെ ഇരുവരും പരസ്പരം അകന്നു മാറി. രണ്ടുപേർക്കും ചമ്മൽ തോന്നി. ഞാൻ നിലയെ കാണാഞ്ഞപ്പോൾ വിചാരിച്ചു എന്ത് പറ്റിയത്, സോറി. അതും പറഞ്ഞ് ആൻസി പുറത്തേക്ക് പോയപ്പോൾ ചമ്മിയ മുഖത്തോടെ നില അവനെ നോക്കി. ആൻസി ചേച്ചി എന്തെങ്കിലും മോശമായിട്ട് കരുതിയിട്ടുണ്ടാവുമോ? നില ചോദിച്ചു. എന്ത് കരുതാൻ? കല്യാണം കഴിഞ്ഞ് ആദ്യരാത്രിയും കഴിഞ്ഞ ദമ്പതിമാരല്ലേ നമ്മൾ. അപ്പോൾ പിന്നെ ഇതൊക്കെ സ്വാഭാവികമാണെന്ന് ചേച്ചി കരുതിക്കോളും. ചേച്ചി ഈ പ്രായമൊക്കെ കഴിഞ്ഞ് വന്നതല്ലേ? ചെറു ചിരിയോടെ അവൻ പറഞ്ഞപ്പോൾ നീല അവനെ കൂർപ്പിച്ചു നോക്കി. എബിക്ക് തുടങ്ങി. നമ്മുടെ ഒറിജിനൽ മാരേജ് അല്ലെന്ന് അവർക്കറിയില്ലല്ലോ. ഇതൊക്കെ ഒരു ഒറിജിനാലിറ്റിക്ക് നല്ലതാണെന്നാണ് ഉദ്ദേശിച്ചത്. ഓഹോ. മോള് വേഗം അടുക്കളയിൽ ചെന്ന് ഇച്ചായൊരു ചായ എടുത്തുകൊണ്ട് വാ. എബി അവളുടെ കണ്ണുനീർ തുടച്ച് മുടിയൊക്കെ ഒതുക്കി കെട്ടിവെച്ച് പറഞ്ഞു. അവളൊന്ന് ചിരിച്ചു. ഇച്ചായൻ കുളിച്ചു റെഡിയായി ജോലിയുടെ കാര്യത്തിന് പോകാൻ ഒന്ന് തയ്യാറാവട്ടെ അവൻ പറഞ്ഞപ്പോൾ അവൾ അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. അല്ല, ഞങ്ങളുടെ നാട്ടിലൊക്കെ കല്യാണം കഴിഞ്ഞ കെട്ടിയവനെ ഇച്ചായൻ എന്നാണ് വിളിക്കാറ്. അതാണ് നല്ല അടക്കവും ഒതുക്കവും ഒക്കെയുള്ള പെൺകുട്ടികളുടെ ലക്ഷണം. ഞാൻ അത്ര അടക്കവും ഒതുക്കവും ഒക്കെയുള്ള പെൺകുട്ടി അല്ല, അതെനിക്കറിയാം. ഞാനൊരു ഓളത്തിന് പറഞ്ഞതാണേ, എബി പറഞ്ഞു. ഞാൻ ചായ എടുത്തുകൊണ്ട് വരാം ഇച്ചായ, ഒരു പ്രത്യേക താളത്തിൽ നില പറഞ്ഞു. അപ്പോൾ അനുസരിക്കാൻ അറിയാം. അനുസരിക്കാതെ പറ്റുമോ? നില പറഞ്ഞപ്പോൾ അവനും ചിരിച്ചു പോയിരുന്നു. തുടരും. അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.